അല്ലാഹു നിന്നെയും കളിയാക്കും പെണ്ണ്. എപ്പോഴാണ് അല്ലാഹു കളിപ്പിക്കുന്നതെന്നറിയുമോ? നീ നേരെ ചുവ ഉളവെടുക്കാതെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയ കോമാളിത്തരങ്ങൾ കാണിക്കുമ്പോ അല്ലാഹുവേ നിന്നെ പടച്ചവനെ കളിയാക്കുന്ന സമയം എപ്പോഴെന്നറിയുമോ? സക്കറാത്തിന്റെ അവസ്ഥയില് നീ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോൾ നിന്റെ കുടുംബക്കാര്, നിന്റെ മക്കളുണ്ടല്ലോ, നിന്റെ കൂടപ്പിറപ്പുകളുണ്ടല്ലോ, എല്ലാവരും നിന്റെ ചാരത്ത് വന്ന് നിന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരുമില്ല ഇലാഹ ഇല്ലല്ലാഹ്. നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ ചാരത്ത് വന്നിരുന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ അല്ല നിനക്ക് സ്വർഗം തരും. എല്ലാവരും കൂടെ പറഞ്ഞു തരുമ്പോ പറയണമെന്ന ആഗ്രഹത്തോടെ നിന്റെ നാവ് പൊക്കുമ്പോ പൊങ്ങൂലടാ ചെറുപ്പക്കാരാ. അത് പറയാ നിനക്കല്ലാഹു ഭാഗ്യം നൽകൂല. അതുകൊണ്ട് മഹാനായ സ്വഹാബിയുണ്ടല്ലോ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, തന്റെ പൊന്നുമകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, മോനെ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നല്ലതുപോലെ ഉതുവെടുക്കടേ. രണ്ടാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? ഒരു വാപ്പ തന്റെ മകന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം എന്താ? അല്ലാഹുവേ അവിടെന്ന് പറയുന്നു, മോനെ സ്വല്ലി സ്വലാത്ത ലാ തറാ അന്നകി തുസല്ലി ബഅദഹാ. തന്റെ പൊന്നാര മകന് കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? മോനെ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയുമോ? മോനെ ഇത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാ. മോന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് ഈ നിസ്കാരമെന്ന് കരുതിയിട്ട് വേണം എന്റെ പൊന്നുമകൻ നമസ്കരിക്കാ. അങ്ങനെ നിസ്കരിച്ചാലേ അത് നിസ്കാരമാകൂ. പാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, നിസ്കരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാല് എങ്ങനെ നിസ്കരിക്കണമെന്നറിയുമോ? ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് ഞാൻ നിസ്കരിക്കാൻ പോകുന്നത് എന്ന് കരുതിയിട്ട് വേണം എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ. കാരണം എന്തേ? മോനെ നീ അല്ലാഹനെ കാണുന്നില്ലെങ്കിലും അല്ല നിന്നെ കാണുന്നുണ്ട്. അല്ലാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. മോനെ നീ അല്ലാഹനെ കാണാത്തത് നിന്റെ പോരായ്മ കൊണ്ടാ. നമ്മളാരും അല്ലാഹനെ കാണാത്തത് നമ്മുടെ പോരായ്മ കൊണ്ടാണ്, നമ്മുടെ ഈമാനിന്റെ കുറവ് കൊണ്ടാണ്. പക്ഷേ അല്ല നമ്മളെ കാണുന്നുണ്ട്. ഒരു മറയുമില്ലാതെ കണ്ണിന്റെ മുന്നിൽ വന്ന് പടച്ചവൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മോനെ നമസ്കരിക്കുന്ന സമയത്ത് ഇത് ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാൻ. കാരണം എന്തെന്നറിയുവോ? ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടി, ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി, നിങ്ങളെല്ലാവരും നാളെ സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി എല്ലാവരും കൈകെട്ടി. എന്നിട്ട് സ്വലാം പറഞ്ഞു പിരിയുമ്പോ ഒന്നുകിൽ നീ സ്വർഗത്തിലോ അല്ലെങ്കിൽ നീ നരകത്തിലോ, ഈ രണ്ടാലൊരു സ്ഥലം നിനക്ക് ഉറപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് വാപ്പ തന്റെ പൊന്നാര മകന് പറഞ്ഞു കൊടുത്ത ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ ഉപദേശം എന്തേ? മോനെ നിസ്കരിക്കാൻ ഉദ്ദേശിച്ച ഇത് ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാൻ. കാരണം അള്ളാന്റെ മുന്നിലാണ് നീ നിൽക്കണേ. അള്ള നിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. നീ കാണുന്നില്ലെങ്കിലും അള്ള നിന്നെ കാണുന്നുണ്ട്. ഇശാ നിസ്കരിച്ചവരാണല്ലോ ഇരിക്കണവരൊക്കെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിച്ചില്ലേ? ഇശാ നിസ്കരിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കിക്കെ. ഒന്നീ നീ സ്വർഗത്തിൽ അല്ലെങ്കിൽ നീ നരകത്തിൽ.
ഒരു വക്കത്ത് നമസ്കാരം കഴിഞ്ഞൊരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഒന്നീ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേരുണ്ടാകും, അല്ലെങ്കിൽ നരകത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേരുണ്ടാകും. അള്ളാഹു നമ്മളെ സ്വർഗവാസികളിൽ പെടുത്തുമാറാകട്ടെ. ഇതാ നിസ്കാരം. സ്വർഗത്തിൽ പോകണമെങ്കിൽ 50 കൊല്ലം നിസ്കരിക്കണമെന്നില്ല, ഒറ്റ വക്കത്ത് നിസ്കരിച്ചാൽ മതി. പക്ഷെ നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കണം. ഒറ്റ വക്കത്ത് മതി സ്വർഗത്തിൽ പോകാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് നിസ്കരിച്ചു കഴിഞ്ഞ് ഒന്നീ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. നമ്മുടെ നിസ്കാരം എന്താ? വെറുതെയല്ല. ഇതൊക്കെയാ വാപ്പ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു. കാരണം നിങ്ങളൊക്കെ ചോദിക്കുമല്ലോ, സിറാജ് ഉസ്താദെ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോ എല്ലാ കാര്യവും ഓർമ്മ വരൂലേ? വരുവോ ചങ്ങാതി? എന്താ പറയാൻ മടിയുണ്ട്? നിസ്കരിക്കാൻ കഴിയിട്ട് അതിലെ പഴയ ആൾക്കാർ പറയണേ, താക്കോൽ എവിടെ വെച്ച് അറിയില്ല, ഒന്ന് നിസ്കരിക്കട, ഇപ്പൊ ഓർമ്മ വരും. അതന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ മുഴുവനും ഓർമ്മ വരും. കാരണം എന്തേ? നമ്മൾ നമസ്കരിക്കാൻ കൈകെട്ടുമ്പോ ഇടതുഭാഗത്ത് ഒരു ഇബ്ലീസ് വന്ന് നിന്നിട്ട് എല്ലാം ഓർമ്മപ്പെടുത്തുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അളിയാ, നിനക്ക് അവൻ പൈസ തരാനുണ്ടടാ, നിനക്ക് അവൻ അൻവർ തരാനുണ്ട്, അല്ലെങ്കിൽ അവൻ തരാനുണ്ട്, ഇവൻ തരാനുണ്ട്, എല്ലാം ഇങ്ങനെ ചെവിയിൽ പറഞ്ഞു തരും. ആര്? ഇബ്ലീസ്. ഇടത് ഭാഗത്ത് അവൻ നിന്നിട്ട് ഇങ്ങനെ പറയും. കാരണം അള്ളാനെ കളിയാക്കടാ, മുന്നിൽ റബ്ബ് നിൽക്കുന്നുണ്ട്, ഒരു പരിഗണനയും കാണിക്കണ്ട. എടാ, പടച്ചവൻ കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്നതാ, അവനും അള്ളാനെ നോക്കണ്ട, അള്ളാനെ ഒന്നും പരിഗണിക്കൊന്നും വേണ്ടതാ. ഈ ഞാൻ പറയണ കേക്ക്, നിനക്ക് പൈസ തരാണ്ട്, നിനക്ക് അത് കിട്ടാനുണ്ട്, ഇത് കിട്ടാനുണ്ട്, നിന്റെ സാധനം അവിടെ ഉണ്ട്. ഇബ്ലീസ് എല്ലാം പറഞ്ഞു തരും. അപ്പൊ വലതു ഭാഗത്ത് നിൽക്കുന്ന ഒരു മലക്ക് പറയും, എടാ സിറാജെ, നീ എവിടാ നിൽക്കണെന്നറിയോ? അള്ളാന്റെ മുന്നിൽ. എന്നോട് ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ എന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് പറയും, ഇടതുഭാഗത്ത് നിന്ന് ഇബ്ലീസ് പറഞ്ഞു തരുമ്പോ വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് പറയും, സിറാജ്, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിന്റെ മുന്നിലാടാ സിറാജ് നിൽക്കണേ. അള്ളാന്റെ മുന്നിലാടാ. നീ അള്ളാനെ കാണുന്നില്ലെങ്കിലും അള്ള നിന്നെ കാണുന്നുണ്ട്. ഈ ശൈത്താൻ പറയുന്നത് നീ അനുസരിക്കല്ലേടാ. ഭയഭക്തിയോടുകൂടി നിൽക്കടാ സിറാജെ. കൈകെട്ടിയപ്പോ നീ എന്തേ പറഞ്ഞത്? ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. കരാറ് ചെയ്തവനാ നീ. അല്ലാ, എന്റെ ജീവിതം, എന്റെ ചലനം, എന്റെ സർവ്വതും അല്ലാ നിനക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടാ നിക്കണ സിറാജെ. നേരെ ചൊവ്വ നിക്കടാ, നേരെ ചൊവ്വ നിക്കടാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മലക്കിങ്ങനെ പറഞ്ഞു തരും, റുകൂഇൽ പോകുമ്പോ, സുജൂദിൽ പോകുമ്പോ, അല്ലാഹുവേ പടച്ചവനെ, പാപങ്ങൾ മുഴുവനും. അതുകൊണ്ടാ മഹാന്മാര് പഠിപ്പിച്ചു തന്നത്. സ്വഹാബികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ സുജൂദ് ദീർഘിപ്പിക്കണേ എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഒരുപാട് നേരം സുജൂദിൽ കിടക്കണം. കാരണം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് സുജൂദ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ സുജൂദിൽ കിടക്കുമ്പോ അല്ലാഹുവേ, മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ആ മനുഷ്യൻ ചെയ്ത പാപങ്ങൾ താഴെ വീഴുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നമ്മൾ ചെയ്ത പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്ന് നിൽക്കും. നമ്മൾ സുജൂദിൽ കിടക്കുമ്പോ ഈ പാപം ഇങ്ങനെ പൊഴിഞ്ഞു വീഴുകയാ. ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുകയാ. അല്ലാഹുവേ, എവിടെന്ന് മലക്ക് പറയുകയാണ്, നീ അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അവിടന്ന് സലാമങ്ങ് വീട്ടിൽ കഴിയുമ്പോ മലക്ക് കെട്ടിപ്പിടിക്കുന്നു, സിറാജേ, നീ സ്വർഗവാസിയാടാ സിറാജ്, നീ സ്വർഗത്തിന്റെ അവകാശിയാടാ, നീ സ്വർഗത്തിന്റെ അവകാശിയാടോ. അല്ലാഹുവേ, മലക്കുകൾ സ്വർഗത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അല്ലാഹുവേ, മരിച്ചാ നീ സ്വർഗത്തിലാ. ഇന്ന് ഇശാ നിസ്കരിച്ചവരെ നാളെ സുബഹിക്ക് നിസ്കരിക്കാൻ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നീ മരിച്ചാ സ്വർഗത്തിലാ. അതാ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ, പായിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ മലക്ക് പറയുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഇബ്ലീസിന്റെ വാക്ക് കേട്ടാൽ അല്ലാഹുവേ, മലക്ക് കരയുകയാ. എടാ നശിച്ചവനെ, എടാ നഷ്ടവാളി, അല്ലാഹനെ മറന്നു കളഞ്ഞല്ലോടാ. സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോടാ. ഈ നിസ്കാരം നേരെയായിരുന്നെങ്കിൽ അല്ലാഹു നിനക്ക് സ്വർഗം തരുമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോടാ സിറാജ്. നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ടോ. അടുത്ത വക്കത്തിന് മുമ്പങ്ങാണം നീ മരിച്ചു പോയാൽ, അടുത്ത വക്കത്തിന് മുമ്പങ്ങാണം നീ മരിച്ചു പോയാൽ നീ
നരകത്തിന്റെ അവകാശിയാണോ എന്ന് മലക്കുകൾ കരഞ്ഞുകൊണ്ട് പറയുമെന്ന് പ്രവാചകൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, അതാണ് വാപ്പ പറഞ്ഞു കൊടുക്കുന്നത്. മോനെ നമസ്കരിക്കണേ പൊന്നുമോനെ, ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാൻ. നീ അത് പറയാറുണ്ടോ? നിന്റെ പൊന്നാര മക്കളെ, പ്രായപൂർത്തിയായ മക്കളെ ചാരത്ത് പിടിച്ച് നിർത്തിയിട്ട് നിസ്കരിപ്പിക്കണ്ട ബാധ്യത നിനക്കുണ്ടല്ലോ വാപ്പാ. എന്തേ നിന്നെ കൊണ്ട് കഴിയാത്തത്? എന്റെ പ്രിയമുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? തന്റെ പൊന്നാര മക്കളെ നല്ലതുപോലെ ജീവിക്കുന്നത് കാണാനല്ലോ. ഇരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടാതെ പടച്ചവനെ തന്റെ മക്കൾ അഭിമാനത്തോടുകൂടി ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളോട് എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? നിങ്ങളുടെ മക്കൾ അന്യവന്റെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കുന്നത് കാണാൻ നിനക്ക് കൊതിയുണ്ടെങ്കിലോ നീ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മക്കളെ സ്നേഹിക്കുന്ന ഓരോ വാപ്പമാരോട്, ഭാര്യയെ സ്നേഹിക്കുന്ന ഓരോ ഭർത്താക്കന്മാരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുഹു വൽ ആഖിബത്തു ലിത്തഖ്വാ. തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയെത്തിയോ? തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പയുണ്ടെങ്കിലോ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാണ്. അല്ല നിനക്ക് തരുന്ന പ്രതിഫലം. എഴുന്നേറ്റു, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേട്ടു, എഴുന്നേക്കാമിന, എഴുന്നേക്കടി, മക്കളെ വിളിച്ചുണർത്തടി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഒരു നീതിമാനായ വാപ്പയ്യ സദസ്സിലുണ്ടെങ്കിലോ അല്ല നിനക്ക് തരുന്ന പ്രതിഫലം, അല്ല നിനക്ക് തരുന്ന പ്രതിഫലം. മരിക്കുന്ന കാലം വരെ പിരിവെടുക്കണ്ട, പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് പിരിവ് നടത്തണ്ട, ഒരു സംഘടനയുടെ ഓഫീസിന്റെ മുന്നിലും നീ പോകണ്ട. അല്ലാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും കഴിക്കാറുള്ള ഭക്ഷണം ഞാൻ തരാ. അമ്മ പറയുകയാണ്, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും കഴിക്കാറുള്ള ഭക്ഷണം ഞാൻ തരാമെന്ന് പടച്ച റബ്ബാ പറയുന്നത്. രണ്ട്, തന്റെ നീതിമാനായ ഭരണാധികാരിയായ തന്റെ ഭാര്യ മക്കളെ വിളിച്ച് നിസ്കരിപ്പിക്കുന്ന ഉപ്പ അല്ല പറയുകയാ, നല്ല മരണം നിനക്ക് വേണോ? പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ലോ, അധികാരം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതല്ലോ, കുടുംബ മഹിമ കൊണ്ട് വാങ്ങാൻ പറ്റുന്നതല്ലോ. നിനക്ക് വെള്ളിയാഴ്ച രാവിലെ ഒരു മരണം വേണോ? കാണുന്നവരെ കൊതിപ്പിക്കുന്ന മരണം വേണോ? ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം വേണോ? വൽആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള വാപ്പമാരോട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം, മോനെ എന്റെ പൊന്നുമകൻ നമസ്കരിക്കാ തീരുമാനിച്ചാൽ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ. മൂന്നാമത് കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ? വഇയ്യാക വത്തമഅ ഫഇന്നഹു ഫഖറൽ ഹാദിറാ. എന്റെ ഉപ്പമാര് കേട്ടോ, എന്റെ ഉമ്മമാര് കേട്ടോ, മൂന്നാമത്തെ ഉപദേശം എന്തായിരുന്നെന്നറിയുവോ? എന്റെ പൊന്നുമകന് മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കാ പാടില്ല. മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തുവും എന്റെ പൊന്നുമകൻ ആഗ്രഹിക്കരുത്. അങ്ങനെ ആഗ്രഹിച്ചാൽ അത് ദാരിദ്ര്യമാണ് മോനെ. അവിടെ ഒരു വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്,
മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് എന്റെ പൊന്നുമകൻ ആഗ്രഹിക്കരുത്. ഒരാളുടെ കയ്യിലിരിക്കുന്നതും ആഗ്രഹിക്കരുത്. അങ്ങനെ ആഗ്രഹിച്ചാ ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരും. നിനക്കല്ല ദാരിദ്ര്യം വരും. എന്നിട്ട് പറയുകയാ, അത്യാഗ്രഹം കാണിക്കല്ലേ. ഇതല്ലേ വാപ്പാ പറഞ്ഞു കൊടുക്കേണ്ടത്? ഒരു മകന് കൊടുക്കേണ്ട ഇതിനെക്കാളും വലിയ ഉപദേശം എന്താ? മോനോട് പറഞ്ഞു കൊടുക്കണമെടോ, നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴോ അല്ലാഹു മരിക്കുന്ന കാലം വരെ നിനക്ക് തിന്നാനുള്ള ഭക്ഷണത്തിന്റെ മുകളില് അല്ലാഹു നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അത് നീയല്ലാതെ ലോകത്ത് മറ്റൊരാളും കടിക്കൂല. നിനക്ക് കിട്ടേണ്ട പൈസയുണ്ടല്ലോ. നീ എത്ര വയസ്സ് വരെയാണ് ജീവിക്കുന്നത്? നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണോ? നിന്റെ ഭാര്യ ആരാണോ? നിനക്ക് എത്ര മക്കളുണ്ടാകും? നീ എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കും? നിന്നെ എവിടെയാണ് കബറടക്കുന്നത്? ഇത് സർവ്വതും ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക് വന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് തട്ടാൻ ആരെക്കൊണ്ടും പറ്റൂല. അതുകൊണ്ട് എന്റെ പൊന്നമകൻ ആർത്തി കാണിക്കരുത്. മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത്. അത് ഏറ്റവും വലിയ ദാരിദ്ര്യമാണെന്ന് വാപ്പതന്റെ പൊന്നാര മകന് പറഞ്ഞു കൊടുക്കുമ്പോ ഇന്ന് നേരെ തിരിച്ചാണല്ലോ. പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയത്തിൽ കൊടുക്കുന്നത് മോനെ പണത്തിനോടുള്ള ആർത്തിയാ. പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ലോ. നല്ലതുപോലെ പഠിച്ച് നല്ല ഭാവിയുണ്ടായി നല്ല ജോലി കിട്ടി നല്ല സമ്പാദ്യമുണ്ടെങ്കിലോ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ എങ്കിലേ നല്ലതുപോലെ ജീവിക്കാൻ കഴിയൂ. അതാ 10 വയസ്സുള്ള പൊന്നുമകന്റെ ഹൃദയത്തിന്റെ കത്തേക്ക് ഇന്നത്തെ മാതാപിതാക്കള് പണത്തിനെ കുറിച്ചുള്ള ആർത്തി പറഞ്ഞു കൊടുക്കുമ്പോ അതാ നിന്റെ മോന് എത്ര കിട്ടിയാലും തികയാത്തത്. എത്ര കിട്ടിയാലും നിന്റെ പൊന്നുമകന് തികയാത്തതിന്റെ കാരണമതോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുമോ? മഹാനായ അബൂദറുൽ ഗഫാരി. ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരോട് വാപ്പാനെ പോലെയാകെ ഈ വാപ്പയെ പോലെയാണ് നിങ്ങളാകേണ്ടത്. മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവസാനം സക്കറാത്തിന്റെ അവസ്ഥയില് അവിടെ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ തന്റെ പൊന്നാര മക്കളെ അടുത്ത് വിളിക്കുകയാ. പൊന്നാര മക്കള് എല്ലാ മക്കളെയും അടുത്ത് വിളിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, മക്കളെ വാപ്പാനെ വെറുപ്പാണോ? വാപ്പയോട് ദേഷ്യമാണോ? വാപ്പ നിങ്ങൾക്ക് വേണ്ടിയൊന്നും കരുതി വെച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. എന്റെ കയ്യിലൊന്നുമില്ല. എന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ പാവങ്ങൾക്ക് കൊടുക്കുന്ന മനുഷ്യരാ. അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പയുടെ കയ്യിൽ 5 നയാ പൈസയില്ല. വാപ്പയുടെ ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയുമോ? വാപ്പ ഇന്ന് മരിച്ചാൽ, നിങ്ങളുടെ വാപ്പ ഇന്നെങ്ങാനും മരിച്ചു പോയാൽ കഫം തുണി വാങ്ങാൻ 1 രൂപ എന്റെ കയ്യിലില്ല മക്കളോ. 1 രൂപ ഈ വീടിന്റെ അകത്തെടുക്കാറില്ല. ഒരു നല്ല പുതിയ തുണി ഈ വീടിന്റെ അകത്തില്ല. എന്റെ മയ്യത്ത് പൊതിയാൻ ഒരു തുണി പോലും ഈ വീടിന്റെ അകത്തില്ല. ഇതാണ് നിങ്ങളുടെ വാപ്പയുടെ അവസ്ഥ. എന്നിട്ട് തന്നെ മക്കളോട് പറയുകയാ, മക്കള് കരയണ്ട, എന്റെ മക്കള് പേടിക്കണ്ട. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ? എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം. എന്നിട്ട് എന്റെ ജനാസ ചുമന്നുകൊണ്ട് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുപോയി വെക്കണം. ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ എന്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് ഉംറ കഴിഞ്ഞ് വരുന്ന ആരെയെങ്കിലും കണ്ടാൽ
അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം കണ്ടിട്ട് അവിടെ നിന്ന് ഉംറ കഴിഞ്ഞു വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടാ പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാ. മയ്യത്ത് തുണി വാങ്ങാ പൈസയില്ലോ, അതാ ഒരു നല്ല തുണിയും എടുക്കാറില്ല. അതുകൊണ്ട് ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് എന്റെ മയ്യത്തെന്ന് പൊതിഞ്ഞിട്ട് കബറടക്കാ പറയടേ മക്കള്. അല്ലാഹുവേ, അബൂദർ ഗഫാരി തങ്ങൾ അവിടെ നിന്ന് യാത്രയാവുകയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കള് വാപ്പ പറഞ്ഞതുപോലെ വാപ്പയുടെ ജനാസ കുളിപ്പിക്കുകയാണ്. എന്നിട്ട് മയ്യത്ത് ചുമന്നുകൊണ്ട് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് കാത്തു നിൽക്കുകയാ. ആരെയാ കാത്തു നിൽക്കുന്നത്? ഉംറ കഴിഞ്ഞ് വരുന്നവരെയോട്. കാരണം മയ്യത്ത് പുതിയ തുണിയില്ലല്ലോ. അതാ കുറെ സമയം കഴിയുമ്പോ ഒരു സംഘം കടന്നു വരികയാണ്. ഉംറ കഴിഞ്ഞാണ് കടന്നു വരുന്നത്. അവരുടെ നേതാവാരെന്നറിയുമോ? മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ, മക്കള് കരന്നുകൊണ്ട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാണ്, ഞങ്ങളുടെ വാപ്പയാണ്, ഞങ്ങളുടെ ഉപ്പയുടെ മയ്യത്ത് പുതിയ കഫൻ തുണിയില്ലോ, വാങ്ങാ പൈസയുമില്ലോ. ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാര് കഫൻ പൊതിഞ്ഞിട്ടൊന്ന് കബറടക്കടേ. മക്കള് കരഞ്ഞുകൊണ്ട് പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ വാപ്പാ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, പെട്ടെന്ന് പണക്കാരനാകാനുള്ള വഴി എന്താണെന്നാ നീ തിരയുന്നത്? പെട്ടെന്ന് എങ്ങനെയാണ് പണക്കാരനാകാൻ കഴിയുന്നത്? അതുകൊണ്ടാണ് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത്, കഞ്ചാവ് കച്ചവടം നടത്തുന്നത്. പെട്ടെന്ന് പണക്കാരനാകാനല്ലേ ഇങ്ങനെ ഇരിക്കുമ്പോ മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാണ്. ആരാ നടന്നു വരുന്നത്? മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു വരുന്നത് കാണുമ്പോ റസൂലുള്ളാഹി കരയുകയാ. മുത്തുനബിയുടെ കണ്ണുനീരൊഴുകുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ കരയുന്നത്? എന്തിനാണ് നബിയെ കരയുന്നത്? മുസബേ, നിന്റെ പഴയ രംഗം ഞാനൊന്ന് ഓർത്തുപോയി മുസബേ. ആരാ മിസ്അബ് എന്നറിയുവോ? മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനാണ് മിസ്അബ്. സ്വർണ്ണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് നടക്കുന്ന ചെറുപ്പക്കാരനാ ആ മിസ്അബ് ഉണ്ടല്ലോ. അവസാനം അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു. എന്തിനാ പ്രവാചകൻ കരഞ്ഞതെന്നറിയുവോ? മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാണ്. ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാണ്. ആ പുതപ്പിന്റെ അവസ്ഥ എന്തെന്നറിയോ? 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചുവെച്ച പുതപ്പാ. 62 സ്ഥലങ്ങള് കീറിയിട്ട് തച്ചു വെച്ചിരുന്ന ഒരു പുതപ്പം ധരിച്ചാണ് മുത്തുനബിയുടെ മുന്നിലേക്ക് ഈ ചെറുപ്പക്കാരൻ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മിസ്അബ്, എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? എന്തിനാ നീ ഇങ്ങനെ നടക്കുന്നത്? യാ റസൂലല്ലാഹ്, സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാറുള്ള കൊതി കൊണ്ടാണ് നബിയേ. സ്വർഗത്തിലെ വസ്ത്രം ധരിക്കാറുള്ള ആഗ്രഹം കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട മൂന്നാമത്തെ ഉപദേശം എന്തെന്നറിയോ? മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കാൻ പാടില്ല. കാരണം അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാ. അത്
അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ്. മോനെ അത്യാഗ്രഹം പാടില്ലോ, അത്യാഗ്രഹം പാടില്ലോ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ തന്റെ മക്കളെ പഠിപ്പിക്കടൂ. അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉരുൾപൊട്ടലുണ്ടാകാറുള്ള കാരണം എന്തെന്നറിയുമോ? കൊടുങ്കാറ്റടിക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? നിപ പോലെയുള്ള വൈറസ് രോഗങ്ങൾ പടരാറുള്ള കാരണം എന്തെന്നറിയോ? ദുരന്തങ്ങൾ വരാനുള്ള കാരണം എന്തെന്നറിയുമോ? ഒന്ന് ഇമാമുന്നാദിലോ, നീതിമാനായ ഭരണാധികാരികളോ അല്ലാഹുവേ ലോകത്തോ നാട്ടിലോ പള്ളിയിലോ കുടുംബത്തിലോ ഇല്ലാതെ വന്നാൽ അവിടെ അല്ലാഹുവിന്റെ അദാബുകൾ ആ നാട്ടിലേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണം നീതിമാന്മാർ ഇന്ന് ലോകത്തില്ലാതെ പോയി. ഉണ്ടെങ്കിൽ തന്നെ വളരെ കയ്യിലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വയത് കേൾക്കാൻ വന്നവർക്കൊക്കെ ചുക്കാപ്പിയ കട്ടൻ കാപ്പിയ എന്താപ്പ ചുക്കാപ്പി അത് പറയുന്നവനുണ്ടോ? ശരി, കുടിക്കുക. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2 നിർത്താറായോ? 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 അല്ല 11:30 ആയതുകൊണ്ടാ കുഴപ്പമില്ല. 12 മണി വരെ അല്ലേ? ഇൻഷാ അല്ലാഹ്. 2 ലോകത്ത് ദുരന്തങ്ങൾ ഉണ്ടാകാൻ, നമ്മുടെ നാടുകളിൽ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം വആലിമുൻ അലാ സബീലിൽ ഹുദാ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ലോകത്ത് ഇല്ലാതെ വരുമ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 2 ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുവരുന്ന ആലിമീങ്ങൾ. ഇന്ന് ആലിമീങ്ങൾ ഇല്ലാതെ വരുമ്പോ അൽ ഉലമാ വറസത്തുൽ അംബിയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനന്തര അവകാശികളാണ് ആലിമീങ്ങൾ. ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ആലിമീങ്ങളെന്ന് അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, പണ്ടുള്ളവർക്ക് അതിന്റെ വിലയറിയാമായിരുന്നു. ആലിമിന്റെ മഹത്വം എന്താണ്, ഒരു പണ്ഡിതന്റെ മഹത്വം എന്താണ്, ഒരു ഹാഫിളിന്റെ മഹത്വം എന്താണ്, ഒരു മുതഅല്ലിമിന്റെ മഹത്വം എന്താണ്, ഇത് പഴയ തലമുറകൾക്ക് അറിയുമായിരുന്നു. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുമായിരുന്നു, ഒരു കുടുംബത്തിൽ ഒരു ആലിമ്, ഒരു കുടുംബത്തിൽ ഒരു ഹാഫിള്. എന്റെ പ്രിയമുള്ളവരെ, പക്ഷേ ഇന്നില്ലാതെ പോകുകയാണ്. ആലിമീങ്ങളുടെ മരണമുണ്ടല്ലോ, ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമോ? ആലിമീങ്ങളുടെ മരണം ലോകത്തിന്റെ അവസാനത്തെ അടയാളമോ? ഈ ലോകം തകർന്നു വീഴാൻ പോകുന്നതിന്റെ അടയാളമാണ് ആലിമീങ്ങളുടെ മരണമെന്ന് മുത്തുനബി അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, ആലിമീങ്ങളുടെ മഹത്വം നമുക്ക് നമ്മളിൽ പലർക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പണ്ഡിതന്മാരുടെ വില നമ്മളിൽ പലർക്കുമെന്നറിയാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവര്, ഞാൻ ആലിമീങ്ങളുടെ മഹത്വം പറയുന്നില്ല, ഒരു ചരിത്രം ഞാൻ പറയാ. അഹ്മദ് ദൈലാനി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ ഒരു സംഭവം പറയുകയാണ്. ഒരു സംഭവം പറയുകയാണ്. ഒരു നാട്ടില് മഴയില്ല, ഒരു നാട്ടില് വെള്ളമില്ല, ജനങ്ങളെല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്. അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൂ. എന്നിട്ട് എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ.
എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്തു കഴിഞ്ഞു, പക്ഷേ മഴ വരുന്നില്ല. അവിടെ അല്ലാഹു മഴ കൊടുക്കുന്നില്ല. ജനങ്ങൾ മുഴുവനും വല്ലാത്ത പ്രയാസത്തിലാണ്. എല്ലാവരും ദുഃഖിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാ. ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാണ്. ജനങ്ങൾ മുഴുവനും ദുഃഖത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രയാസം, എന്താണ്? അവിടെ നിന്ന് പറഞ്ഞു, ഞങ്ങൾ മുഴുവനും മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹു ഞങ്ങൾക്ക് മഴ നൽകിയില്ല. അത് കാരണമാണ് ഞങ്ങൾ പ്രയാസത്തിൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. എല്ലാവരും പ്രയാസത്തിലാണെന്ന് പറയുമ്പോ ഈ മനുഷ്യൻ ചെയ്തത് എന്തെന്നറിയുമോ? രണ്ട് കൈയും ഉയർത്തുകയാണ്. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുകയാ, അല്ലാഹുമ്മ ബിഹഖി മാ ഫീ റഅസി, തമ്പുരാനേ, എന്റെ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട്, എന്റെ ഈ രണ്ട് കണ്ണുണ്ടല്ലോ, ഈ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് ഈ നാട്ടുകാർക്ക് നീ മഴ കൊടുക്കണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്യുകയാ, അവിടുന്ന് ദുആ ചെയ്യുകയാ. ആ മനുഷ്യനങ്ങ് ദുആ ചെയ്ത് തീരേണ്ട താമസമുണ്ടല്ലോ. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. ആ മനുഷ്യന്റെ ദുആ അങ്ങ് തീരേണ്ട താമസം ആകാശത്ത് നിന്ന് മഴയങ്ങ് പെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ജനങ്ങൾ ചോദിക്കുകയാ, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്ത്? എന്താ എന്തേ നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്ത്? എന്ത്? ഈ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ടാണ് അല്ലാഹു മഴ നൽകിയത്. ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, അദാനി ഐനാനി റഅയ്തു അയ്യസീദൽ ബിസ്താമി. യസീദുൽ ബിസ്താമി, യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന താബീങ്ങളിൽപ്പെട്ട ഒരു പണ്ഡിതനുണ്ടല്ലോ. ആ മനുഷ്യനെ കണ്ട കണ്ണാ, ഒരു ആലിമിനെ കണ്ട, ഒരു പണ്ഡിതനെ കണ്ട കണ്ണാണ്. ഈ കണ്ണുകൊണ്ട് ഞാനൊരു പണ്ഡിതനെ കണ്ടിട്ടുണ്ട്, ഞാനൊരു മഹാനെ കണ്ടിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും ഒരാവശ്യം വന്നാൽ ഈ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് തരണേ എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്നത് പടച്ചറബെനിക്ക് തരുമെന്ന് ആ മനുഷ്യൻ പറഞ്ഞതായി ചരിത്രം പറയുമ്പോ, ആലിമിനെ കണ്ട ഒരു മനുഷ്യനുണ്ടല്ലോ, ആലിമിനെ കണ്ട ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ ദുആയിക്ക് പോലും ഇജാബത്തുണ്ടെന്ന് ചരിത്രം പറയുമ്പോ, അതുകൊണ്ടാണ് സഹോദരാ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പള്ളിപ്പറമ്പിലെ കബറാളികളുണ്ടല്ലോ, അവരാഗ്രഹിക്കുമല്ലാ ഒരു ആലിമ് പള്ളിപ്പറമ്പിലേക്കൊന്ന് കടന്നു വന്നിരുന്നെങ്കിലോ, ഒരു ഉസ്താദുണ്ടല്ലോ പള്ളിപ്പറമ്പിലേക്കൊന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. കബറാളികളെ കൊതിക്കുമെന്ന, കബറാളികൾ ആഗ്രഹിക്കുമെന്ന. കാരണം എന്തെന്നറിയുവോ? ഒരു ആലിമ് പള്ളിപ്പറമ്പിൽ പോയാൽ ആലിമിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു കബറാളികൾക്ക് പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലിം എന്ന് പറഞ്ഞാൽ അതാ, ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആലിമിനെ കണ്ട ഒരു മനുഷ്യൻ അള്ളാഹിനോട് ദുആ ചെയ്തു, അല്ലാ ഈ കണ്ണുകൊണ്ട് ഞാനൊരു ആലിമിനെ കണ്ടിട്ടുണ്ട് പടച്ചവനെ, ഒരു പണ്ഡിതനെ കണ്ടിട്ടുണ്ട് പടച്ചവനെ, അല്ലാഹുവേ ഈ നാട്ടുകാർക്ക് നീ മഴ കൊടുക്ക്. ദുആ ചെയ്ത് തീരേണ്ട താമസം മഴ കിട്ടി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ആലിമിനെ കണ്ടവൻ ഇത്ര മഹത്വമുണ്ടെങ്കിൽ ആലിമിന്റെ മഹത്വം എന്തായിരിക്കും? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പഴയ തലമുറയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാ വീട്ടിൽ അത്തായി അമ്മായും പഴയ ആൾക്കാരൊക്കെ വാപ്പായും ഉമ്മായും പറയും, കുടുംബത്തിൽ ഒരു ഉസ്താദ് വേണം.
പണ്ടുള്ള വാപ്പമാര് പറയും നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരാളുണ്ടാകണം. അങ്ങനെ വെച്ചിട്ട് പണ്ടൊക്കെ വാപ്പമാര് ഓരോ കുടുംബത്തിലും ഒരു ആലിമിനെ, ഒരു ഉസ്താദിനെ, ഒരു മുത്തല്ലിമിനെ, ഒരു ഹാഫിദിനെ പഠിപ്പിക്കും. ഇന്നതൊക്കെ പോയി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖബറാളികൾ കൊതിക്കുമെന്ന ഒരു ഉസ്താദ് പള്ളിപ്പറമ്പിൽ ഇറങ്ങാൻ, ഒരു ഉസ്താദ് പള്ളിപ്പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങി വരാൻ ഖബറാളികൾ പോലും ഉസ്താദിന്റെ ആലിമിങ്ങളുടെ ദുആ ചരിത്രത്തിൽ കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ചരിത്രത്തിൽ കാണാം. അവിടെ നിന്നിങ്ങനെ നോക്കുമ്പോ ഖുതൈബ് ഇബ്നു മുസ്ലിം റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിങ്ങനെ പോകുമ്പോ ഒരു ആലിമിനെ കണ്ടു. ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, ഒന്ന് ദുആ ചെയ്യ്. എല്ലാവരും സ്വഹാബികൾ എല്ലാവരും യുദ്ധത്തിന് പോകുമ്പോ ഒരു മഹാനെ കണ്ടപ്പം പറഞ്ഞു, ഒന്ന് ദുആ ചെയ്യാൻ. ദുആ ചെയ്തു. തിരിച്ചു എന്നിട്ട് പറയണേ, നമ്മൾ എന്തായാലും യുദ്ധത്തിൽ ജയിക്കും, നമ്മൾ എന്തായാലും യുദ്ധത്തിൽ ജയിക്കും. കാരണം മുഹമ്മദ് ഇബ്നുൽ വാസിർ റളിയല്ലാഹു തആല അൻഹു ഈ ഒരൊറ്റ പണ്ഡിതന്റെ ദുആ 1000 എന്റെ കൂടെ 1000 യോദ്ധാക്കൾ ഉള്ളതിനേക്കാളും ഒറ്റ ദുആ, ഈ മനുഷ്യന്റെ ദുആ മതി, നമ്മൾ ജയിക്കും, നമുക്ക് ഉറപ്പാ. അതായിരുന്നു ആലിമീങ്ങൾ. ആലിമീങ്ങളുടെ ദുആയിക്ക് ഇജാബത്തുണ്ട്, ഉസ്താദന്മാരുടെ ദുആയിക്ക് ഉത്തരമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഇന്ന് കുറവ്. ഇന്ന് നാടുകളിൽ കാണാനില്ല. എവിടെ നോക്കിയാലും ഉസ്താദന്മാരുണ്ട്, എവിടെ നോക്കിയാലും ഉസ്താദന്മാരുണ്ട്, എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരോട്. പക്ഷേ പല ഉസ്താദന്മാർക്കും പഠിച്ചതങ്ങ് മറന്നുപോകും ചില സമയത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, ചില ഉസ്താദന്മാർക്ക് ഉള്ളത് പറയാൻ മടിയ. പള്ളിയിലെ സെക്രട്ടറി, പള്ളിയിലെ പ്രസിഡന്റ്, ഇവനൊക്കെ ഏത് വൃത്തികേട് കാണിച്ചാലും പറയാൻ മടി. കാരണം എന്തേ, പറഞ്ഞാൽ വീട്ടിൽ പോകേണ്ട വരും. അത് തന്നെ. എടാ, ഏത് വൃത്തികേട്, അവൻ പലിശ കച്ചവടക്കാരനാകട്ടെ, കള്ളു കുടിക്കുന്നവനാകട്ടെ, പള്ളിയും പട്ടവുമായി യാതൊരു ബന്ധമില്ലാത്തവനാകട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, പലതും പറയാൻ ഇന്നത്തെ ആലിമീങ്ങൾ ഭയക്കുന്നു. എല്ലാരെയും ഞാൻ ആക്ഷേപിക്കണില്ല, ഞാൻ ഉൾപ്പെടെ. പല ആലിമീങ്ങൾക്കും ഉള്ളത് തുറന്നു പറയാൻ വലിയ പേടിയാ. കാരണം എന്താ, ജോലി. എന്തപ്പ ജോലി? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദന്മാരോടൊക്കെ പറയണത്, ഉസ്താദന്മാരോട് നിങ്ങൾ ആരെയാ ഭയക്കണേ? ചങ്ങാതി, അല്ല നിനക്ക് മരിക്കണ കാലം വരെ ഹലാലായ ഭക്ഷണം തരാന്ന് റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാ ഭയക്കണ? ഉള്ളത് പറയാൻ. ഇന്നത്തെ ആലിമീങ്ങൾ അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി പലതും പറയാൻ മടിക്കുമ്പോ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നമ്മളെ തേടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആലിമീങ്ങൾ, ഉസ്താദന്മാർ ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ലവൻ ഒരു ആലിമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരാ ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ലതാരാ? ഒരു ആലിം. ഏറ്റവും തലതിരിഞ്ഞതാരാ? ഏറ്റവും തലതിരിഞ്ഞതാരാ? പറഞ്ഞങ്ങാതി ആരാ? ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ലവനാരാ? ആലിം, ഒരു ഉസ്താദ്. ഏറ്റവും തലതിരിഞ്ഞതോ? അത് ഉസ്താദ് തന്നെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വീട് ഉദ്ഘാടനം ചെയ്യാനും കുറ്റിയടിക്കാനും പാലുകാച്ചിന് വിളിക്കാനൊക്കെ ഇതെല്ലാത്തിനും ഉസ്താദന്മാരുണ്ടിപ്പാ. ഇതൊക്കെ ചെയ്യാ ഉസ്താദന്മാരെ വിളിക്കും. ഇതുപോലെ നരകം കത്തിക്കാൻ വേണ്ടി അള്ളാഹു ആദ്യം എടുത്തു വെക്കണ വിറവും ഒരു ഉസ്താദിന്റെ ശരീരം തന്നെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരെ? ഉസ്താദന്മാരെ നമ്മുടെ കാര്യപ്പാ. എനിക്ക് എന്റെ കാര്യം നോക്കിയാ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വയലുദ്ഘാടനം ചെയ്യാനും ദുആ ചെയ്യാനും കട ഉദ്ഘാടനം ചെയ്യാനും വീടിന്റെ കട്ടിള വെക്കാനും മാത്രമല്ല, നരകം കത്തിക്കുമ്പോൾ അള്ളാഹ് എടുത്തു വെക്കണത് ഒരു ആലിമിന്റെ ശരീരം തന്നെ. അതാണല്ലോ ചില ഉസ്താദന്മാരുടെയൊക്കെ പ്രസംഗം കേട്ടാൽ മുതുകുടിയും വരെ നന്നാവും. ഖബറും മരണവും നരകവും ഒക്കെ പറയണേട്ടോ, അല്ലോ പേടിയില്ലേ അല്ലേ? ചില ആൾക്കാർ വഴുത് കേട്ട് നന്നാകും അത്രേ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഈ കള്ളുകുടിയൻ അള്ളാഹ് വിളിച്ചിട്ട് പറയണ്ട, നീ ഒരുപാട് അഹങ്കാരത്തോടൊക്കെ നടന്നെയാ. അള്ളാഹ് അങ്ങനെയൊക്കെ പഠിച്ചാൻ അറിയാം. അള്ളാഹ് കരുനാപ്പള്ളി ജീവിക്കുമ്പോ ഇത്തിരി പേവെള്ളമൊക്കെ അടിച്ചു പഠിച്ചാൻ അറിയാതല്ല. ആ ശരി, പോടാ, പോ, കയറി സ്വർഗത്തിൽ പോടാ, നിനക്കെല്ലാം പുറത്തു നിൽക്കുന്ന കയറി പോടാ. അങ്ങനെ ഈ ചങ്ങാതി സ്വർഗത്തിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോ അള്ളാഹുവേ, ആ വഴുത് പറഞ്ഞ ഉസ്താദിനെ മലക്കുകൾ നരകത്തിലേക്ക് കൊണ്ടുപോവാ. ഇവൻ ആ ഉസ്താദിന്റെ വഴുത് കേട്ടിട്ടാ നന്നായേ. ആ ഉസ്താദിനെ മലക്കുകൾ ഇങ്ങനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോ ഈ മനുഷ്യൻ ചിന്തിക്കും, അള്ളാഹ്, ഈ മനുഷ്യന്റെ പ്രസംഗം കേട്ടിട്ട് നന്നായി, എനിക്ക് സ്വർഗം കിട്ടി, ഇയാൾ എന്തേപ്പാ നരകത്തിൽ പോണം. അപ്പൊ ചോദിക്കും, എന്തേ ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ? അത് മൈക്ക് കിട്ടുമ്പോ പറയുന്ന സ്വഭാവം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, ചെയ്യാറില്ലെന്ന് പറഞ്ഞാ ചുമ്മാ ഇങ്ങനെ പറയാറേ ഉള്ളൂ, ജീവിതത്തിൽ ഞാനൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് അള്ളാഹു അങ്ങനെയുള്ളവരെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആലിമീങ്ങൾ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഒരു നാട്ടിലില്ലാതെ വന്നാൽ ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കണ്ണിന്റെ കാഴ്ച 5 കാര്യങ്ങൾ നോക്കിയാൽ കാഴ്ച നഷ്ടപ്പെടൂല. ഇബാദത്ത,
5 കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എങ്കിലും ഞാൻ പറയാം. 5 കാര്യങ്ങൾ നോക്കിയാൽ കണ്ണിന് കാഴ്ച ശക്തി ഉണ്ടാകും. ഇബാദത്ത. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 1, പരിശുദ്ധമായ കഅബാലയത്തിൽ നോക്കിക്കൊണ്ടിരുന്നാൽ നോക്കുന്ന അത്രയും സമയം ഇബാദത്തിന്റെ കൂലി കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടൂല. കഅബാലയത്തിൽ നോക്കിക്കൊണ്ടിരുന്ന അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പോയി കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. 2, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുക, കണ്ണിന്റെ കാഴ്ചയും പോകൂല. അതാ പണ്ടുള്ള ഉമ്മമാര് മാസാമാസ ഹത്ത ഓതുന്ന ഏതുമ്മയ്ക്കായിരുന്ന കണ്ണാടി, ഏതുമ്മയ്ക്കായിരുന്ന കണ്ണാടി ഖുർആൻ ഓത പണ്ടത്തെ ഉമ്മമാരെയൊക്കെ പോയി നോക്ക്, ഒരു കുഴപ്പമില്ല, ദൂരക്കാഴ്ച, എല്ലാ കാഴ്ചയും അവർക്കുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതിയാൽ കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടൂല. ഇബാദത്തിന്റെ കൂലി അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.